ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുന്നിലെ റോഡിന്റെ വശങ്ങൾ അടച്ചു കെട്ടുന്നതിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാകുന്നു. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രക്കാർ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങേണ്ടതായി വരും. ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രധാന വഴി അടച്ചുള്ള നാഷണൽ ഹൈവേ അധികൃതരുടെ അശാസ്ത്രീയ നിർമ്മാണം ബസ് യാത്രക്കാരെയും സാരമായി ബാധിക്കും. ജില്ലയിൽ തന്നെ ദേശീയപാതയോരത്തുള്ള ഏക റെയിൽവേ സ്റ്റേഷനാണ് ചേർത്തലയിലേത്. നിലവിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിലെ ദേശീയപാത നിർമ്മാണം പൂർത്തിയായാൽ സർവീസ് റോഡുകൾ മാത്രമാകും യാത്രക്കാർക്ക് സ്റ്റേഷനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുക. സ്റ്റേഷന് മുന്നിൽ അടിപ്പാത നിർമ്മിക്കാത്തതിനാൽ ദേശീയപാത മുറിച്ചു കടക്കണമെങ്കിൽ ഇരുവശങ്ങളിലേക്കും 1 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കേണ്ടതായി വരും. തിരക്കിട്ടെത്തുന്നവർക്ക് സമയബന്ധിതമായി സ്റ്റേഷനിൽ എത്തിച്ചേരുക എന്നതും ഇതോടെ ശ്രമകരമാകും. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ സർവീസ് റോഡിലെ തിരക്കും വർദ്ധിക്കും. ഇതുമൂലം ബസ് നിർത്താൻ പോലും സ്ഥലമില്ലാതെ വരുന്നതിനാൽ ബസ് യാത്രികരും ഏറെ ബുദ്ധിമുട്ടേണ്ടതായി വരും. സ്റ്റേഷന്റെ മുൻവശം ഉൾപ്പെടെയുള്ള 3 സ്ഥലങ്ങളിൽ ദേശീയപാത അതോറിറ്റിയും റെയിൽവേ അധികൃതരും തമ്മിൽ സ്ഥലം സംബന്ധിച്ച് തർക്കമുണ്ട്. അതിനാൽ തന്നെ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ബസ് ബേ നിർമ്മിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. റെയിൽവേ സ്റ്റേഷന് മുൻവശം മേൽപ്പാലം അനുവദിച്ച് ബസ്, റെയിൽ, റോഡ് ഗതാഗതം ഏകോപിപ്പിക്കുന്ന രീതിയിൽ ദേശീയപാത പുനർരൂപകൽപ്പന ചെയ്യുകയും സ്റ്റേഷന് മുൻവശം ബസ് ബേ അനുവദിക്കുകയും ചെയ്യണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുൻവശം നാഷണൽ ഹൈവേ അതോറിറ്റി മൊത്തമായി കെട്ടിയടച്ചതിൻ്റെ ഫലമായി ഏകദേശം ഒരു ദിവസം 7000 മുതൽ 10000 യാത്രക്കാർ യാത്ര ചെയ്യുന്നൊരു സ്റ്റേഷനാണ് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ. ഇങ്ങനെ കെട്ടിയടച്ചു കഴിഞ്ഞാൽ നിലവിൽ 1 കിലോമീറ്ററോളം ദൂരം നടന്ന് സഞ്ചരിച്ചാൽ മാത്രമേ ഈ സ്റ്റേഷനിലേക്ക് കയറി വരാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അലൈൻമെൻറ്റ് സമയത്ത് നമ്മളോടൊന്നും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ തീരുമാനിക്കുകയോ നഗരസഭയായിട്ട് ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പണി തുടങ്ങിയപ്പോഴും നഗരസഭയായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഇവിടെ നിന്ന് നമ്മൾ അർത്തിക്കൽ ബൈപ്പാസ് വരെ ഒരേ ലെവലിലൊരു ഫ്ലൈ ഓവറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആരംഭിച്ച സമരം ബഹുജനങ്ങളെ അണിനിരത്തി കൂടുതൽ ശക്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് ചേർത്തല നഗരസഭയിലെ കൗൺസിലർമാർ. അമൃത ന്യൂസ്, ആലപ്പുഴ. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. കേരളത്തിൽ നാഷണൽ ഹൈവേയുടെ അഭിമുഖമായിട്ട് നിൽക്കുന്ന ഏക റെയിൽവേ സ്റ്റേഷൻ ചേർത്തല റെയിൽവേ സ്റ്റേഷനാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ ദിനംപ്രതി 10-25,000 പേരാണ് യാത്രക്കാരായിട്ട് വന്നു പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അശാസ്ത്രീയപരമായ ഒരു നിർമ്മാണമാണ് ഈ ഹൈവേ ഇപ്പോൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഒരു ലഗേജുമായിട്ട് ഒരാൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അയാൾക്കൊന്ന് നടന്ന് ക്രോസ് ചെയ്യാൻ ഒറ്റപ്പുന്ന വരെ പോകണം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ രീതിയിൽ നിർമ്മാണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഇവിടെ ശരിക്കും ഒരു ഫ്ലൈ ഓവർ വേണമെന്നുള്ളതാണ് ഞങ്ങൾ ഓട്ടോക്കാരുടെയും ഓട്ടോ ടാക്സിക്കാരുടെയും ആവശ്യം. അത് ഇവിടുത്തെ നാഷണൽ ഹൈവേ അതോറിറ്റി അത് മുൻകൈ എടുത്തുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഓട്ടോ തൊഴിലാളിക്കും ഓട്ടോ ടാക്സിക്കും വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു വഴിയില്ല. അതായത് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാനായിട്ടൊരു എൻട്രൻസ് ഇല്ല. നിലവിൽ 2 എൻട്രൻസാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഹൈവേയുടെ പണി തുടങ്ങിയതോടുകൂടി ഒരെണ്ണം ഇപ്പോൾ അടഞ്ഞു. ഇപ്പോൾ ഒരു സൈഡിൽ കൂടി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ മതിൽ കൂടി ഇങ്ങനെ കെട്ടി വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തൊരവസ്ഥയാണ്. സർവീസ് റോഡ് അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സർവീസ് റോഡിന് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് സ്ഥലം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് യാത്രക്കാർക്ക് ഇത് നിലവിലത്തെ സാഹചര്യം വളരെ ദുർഘടമാണ്. അതിനൊരു മാറ്റം വരണമെങ്കിൽ ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരണം. ഈ 6 വരി പാത ഇവിടെ വരുന്നതോടുകൂടി ഈ 2 പ്രദേശങ്ങൾ 2ആയി മുറിക്കപ്പെടും. സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകാവുന്ന ഒരു സംശയം, ഒരു ചോദ്യം, എങ്ങനെ ഒരു പ്രദേശത്ത് നിന്ന് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആളുകൾ കടന്നെത്തും എന്നുള്ളതാണ്. ഞങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫ്ലൈ ഓവർ നിർബന്ധമായിട്ട് ഉണ്ടാകുക എന്നുള്ളതാണ്. അജയ്നാഥ് ചേരുകയാണ്. അജയ്, ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാതികൾ ഉയരുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദേശീയപാത നിർമ്മാണത്തിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണ രീതി ജനങ്ങൾക്കാകെ തന്നെ വീണ്ടും തീരാദുരിതമായി മാറുകയാണ്. ഇതിലേറ്റവും പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത് പ്രാദേശിക ഭരണകൂടങ്ങളുമായി ഒരു കൂടിയാലോചനയും ഇല്ലാതെ ഈ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചാണ് ഇത്തരത്തിലേക്ക് ജനങ്ങളെ ആകെ തന്നെ വലയ്ക്കുന്ന രീതിയിലേക്ക് ഈ അശാസ്ത്രീയ നിർമ്മാണ രീതി മാറുന്ന സാഹചര്യമുള്ളത്. ഒന്നുകിൽ മേൽപ്പാലമോ അല്ലെങ്കിൽ അടിപ്പാതയോ നിർമ്മിച്ച് ഈ നിർമ്മാണം ഒരു കൃത്യമായി ഏകോപിപ്പിക്കുന്ന രീതിയിൽ നിർമ്മാണ രീതി മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ബസ് യാത്രയുടെ സംബന്ധിച്ചാണ്. ബസ് യാത്രയെ സംബന്ധിച്ചുകൊണ്ട് ബസ് പേ നിർമ്മാണം ഇപ്പോൾ നിലവിൽ നടക്കാൻ സാധ്യതയില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ചില തർക്കങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നുമുണ്ട്. അതിനാൽ തന്നെ ബസ് പേ നിർമ്മാണം പ്രാവർത്തികമാകില്ല. അതോടൊപ്പം തന്നെ ബസ് യാത്രികർക്കും ബസ് നിർത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ അപ്രോച്ച് റോഡിൽ തിരക്കേറുന്ന സാഹചര്യം ഉണ്ടാവും. ബസ് നിർത്തുന്ന ഘട്ടത്തിൽ ഈ തിരക്കും എല്ലാം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ബസ് യാത്രികർക്കും ഇത് വലിയൊരു തീരാ ദുരിതമായി മാറും എന്നുള്ളതാണ്. എന്തായാലും ഈ നിർമ്മാണം ഇത് പുനർനിർമ്മിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു മേൽപ്പാലമോ അല്ലെങ്കിൽ അടിപ്പാതയോ ഉണ്ടാകുന്ന തരത്തിലേക്ക് ഈ
ദേശീയപാതയുടെ നിർമ്മാണം പുനർനിർമ്മിക്കണമെന്നാണ് ഈ കൗൺസിൽ, അത് നഗരസഭ കൗൺസിലർമാർ ആകെ ആവശ്യം. ഏതാണ്ട് 35ഓളം നഗരസഭാ കൗൺസിലർമാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമരം കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. ബഹുജന സമരമായി ഈ സമരം മാറ്റുവാനുള്ള ഒരുക്കത്തിലാണ് ഈ പ്രദേശത്തെ ജനങ്ങളാകെ തന്നെ, ഈ അവിടുത്തെ കൗൺസിലർമാരാകെ തന്നെ. ഏതാണ്ട് 35ഓളം കൗൺസിലർമാർ അവർ ഐകകണ്ഠേന നിന്നുകൊണ്ട് ഈ സമരത്തെ ഏറ്റെടുക്കാനുള്ള ഒരു നീക്കത്തിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത്.